തന്നെയാണ്. പഞ്ചാബിൽ പുരിയിലുള്ള AP ഓർഗാനിക്സ് എന്ന കമ്പനിയാണ് ഇത് 1998 മുതൽ ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ RC മേഖല 2020 RCയിലേക്ക് വരുന്നത്. അപ്പം ഇന്ത്യയിൽ നിന്നും പല വിദേശ രാജ്യങ്ങളിലും കയറ്റുമതി ചെയ്യുന്ന എണ്ണയാണ്. ഇന്ത്യ ഗവൺമെന്റിന് പല അവാർഡുകളും കിട്ടിയ എണ്ണയാണ്. അപ്പൊ പുതിയ എണ്ണയ്ക്ക് അവാർഡുകൾ നോക്കും. ഇല്ലാതെ പല ആൾക്കാരും ചിന്തിക്കുക ഇത് നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്, വേറെ മൻമോഹൻ സിംഗ്. ഓരോരുത്തരുടെ പേര് നിങ്ങൾക്ക് അറിയാം. ഇതിനകത്ത് പ്രതിഭ പാട്ടീലുണ്ട്, നമ്മുടെ അബ്ദുൽ കലാമിന്റെ പ്രസിഡന്റ് ഉണ്ട്, പിന്നെ പ്രൊഫസർ KV തോമസ് ഒരു കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് വാങ്ങുന്നുണ്ട്. ഫസ്റ്റ് നാഷണൽ അവാർഡ് ഫോർ ഇന്നോവേഷൻ അത് വാങ്ങുന്നത് JP നഡ്ഡ. കുറെ ആൾക്കാർ കുറെ ഇന്ത്യ ഗവൺമെന്റിന്റെ കുറെ റെപ്രസെന്റേറ്റീവ്സ് മുൻ പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഒക്കെ അവാർഡ് വാങ്ങിയ എണ്ണയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഫിസിക്കലി റിഫൈൻഡ് ഓയിലാണ്. ഇതിന്റെ പേറ്റൻസി സർട്ടിഫിക്കറ്റ് ആണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഇത് പേറ്റൻസി ഈ ടെക്നോളജി ഉപയോഗിച്ച് മറ്റാർക്ക് ചെയ്യാൻ ഇനി ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഈ പേറ്റൻസി സർട്ടിഫിക്കറ്റ് അത് ഒട്ടിക്കുന്ന മുദ്രകളുണ്ട്. HACCP അന്താരാഷ്ട്ര ഭക്ഷ്യസുരക്ഷാ ഏജൻസിയാണ്. ഇവിടെ ഗുഡ് ഫുഡിന്റെ കുറെ അവാർഡ് സർട്ടിഫിക്കേഷൻ ഒക്കെ ഉള്ള എണ്ണയാണ്. ഈ എണ്ണയുടെ പ്രത്യേകത പറയുന്നത് എന്താണ്? ഇതിനകത്ത് കൊഴുപ്പ് വളരെ വ്യക്തമായിട്ട് പറയുന്നത് വിവിധ എണ്ണകളുടെ കൊഴുപ്പ് ഘടന ഇതൊക്കെ പറയുമ്പോൾ ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയാണെന്ന് ഇതിനകത്ത് വളരെ വ്യക്തം തന്നെ ഇതിനകത്തുള്ളതാണ്. SFA എന്ന് പറയും, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. മോണത്തിലെ ഏറ്റവും മികച്ച പാചകെണ്ണ. ഇതിനകത്ത് വെജിറ്റേറിയൻ ആൾക്കാർ കഴിക്കാൻ പറ്റുന്ന ഒമേഗ 3 ഉള്ള എണ്ണ എന്ന് പറയുന്ന കാരണം അതാണ്. അപ്പോൾ അത് ക്യാൻസറിനെ പ്രിവെന്റ് ചെയ്യുന്നു, ഹാർട്ട് അറ്റാക്കിനെ പ്രിവെന്റ് ചെയ്യുന്ന ഡോക്ടർ പറയുന്നു. അത്ര ക്വാളിറ്റി ഉള്ള എണ്ണയാണ്. ഇതിനകത്തുള്ള ഒരു ആന്റി ഓക്സിഡന്റ്, ഇതിനകത്ത് 3 തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് അടങ്ങിയിരിക്കുന്ന പവർഫുൾ. അതിൽ ഗാമ ഓറൈസിനോൾ എന്ന ഘടകം ഒരു പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ കുറേയധികം രോഗങ്ങൾക്ക് പരിഹാരം കിട്ടുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് ഈ എണ്ണയിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? എഴുതിയിരിക്കുന്നത് വിത്ത് പവർ ഓഫ് 1400 milligram ഒറൈസിനോൾ. ഒറൈസിനോൾ എന്ന സാധനമാണ് ഗാമ ഓറൈസിനോൾ. ഇതെന്താ നിങ്ങൾക്ക് ടെക്നിക്കലി അന്വേഷിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഈ സാധനം എന്താണ്. ഈ അരിയുടെ തവിടിൽ നിന്നും 1954 ജപ്പാനിൽ 2 ശാസ്ത്രജ്ഞന്മാർ വികസിപ്പിച്ചതാണ്. ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാരാണ് വികസിപ്പിച്ചെടുത്ത്. അതിനുശേഷം ഇത് പലയിടത്തും ടെസ്റ്റിംഗ് നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ഒരു സാധനം എന്താണ്, ഒരു വണ്ടർ ന്യൂട്രിയന്റ് ആണ്. വണ്ടർ ന്യൂട്രിയന്റ് അത്ഭുത പോഷകമാണ്. അത്ഭുത പോഷകമാണ് ഗാമ ഓറൈസിനോൾ. ഇതിന്റെ ഗുണങ്ങൾ പറയുന്നത് എന്താണ്? ഇത് ഹാർട്ട് കംപ്ലൈൻസിന് പരിഹാരമായിട്ട്, കാർഡിയോവാസ്കുലർ ഡിസീസിന് പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. വിദേശ രാജ്യങ്ങളിൽ പലപ്പോഴും മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്, ഫാർമസ്യൂട്ടിക്കലായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇന്ത്യയിൽ ഇത് ന്യൂട്രാസ്യൂട്ടിക്കലാണ്, പോഷകങ്ങളാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള പോഷകങ്ങളാണ്. അപ്പോൾ ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് നല്ല പോഷകമാണ്. അതുപോലെ തന്നെ നമ്മുടെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് നല്ല പോഷകമാണ്. ഇത് ക്യാൻസർ പ്രതിരോധിക്കാനൊക്കെ പോഷകമാണ്. നമ്മുടെ ശരീരത്തിലെ കുറേയധികം രോഗങ്ങൾ 100 പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. ചില ആൾക്കാർക്ക് രാത്രി ഉറക്കം വരാതിരിക്കുന്നു. കിടക്കുന്നതിന് 2-3 മണിക്കൂർ 2 പൊടിയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കം കിട്ടുന്നതായിട്ട് കാണുന്നു. പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് മരുന്നാണ്, ഇത് പോഷകമാണ്. അതാണ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് എന്ന് പറയുന്നത്. ഇന്ത്യ ഗവൺമെന്റ് ന്യൂട്രാസ്യൂട്ടിക്കൽസ് അത്രയും പോഷക പ്രാധാന്യമാണ്. ഒരു ദിവസം എത്ര പേർ കഴിക്കാം? ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ 2 എണ്ണം കഴിക്കാം. രാവിലെ വൈകുന്നേരം 1 കഴിക്കാം. എന്തെങ്കിലും ചെറിയ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് 4 എണ്ണം കഴിക്കാം. രാവിലെ 2, വൈകുന്നേരം 2. ക്രോണിക്കായിട്ട് ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് 6 എണ്ണം വരെ കഴിക്കും ഒരു ദിവസം. അപ്പൊ ഇതും ഈ പറഞ്ഞ സാധനം, ഇത് രണ്ടും കൂടെ കുറേ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ പറ്റുന്നതാണ്. ഇതാണ് ഇത് 2 എണ്ണയിലുള്ളത്. അല്ലേ? അതിന്റെ തമിഴിലുള്ള പോഷകങ്ങളാണ് ഒമേഗ 3. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ക്യാൻസറിനും ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്കൊക്കെ പരിഹാരമാണെന്ന് ഡോക്ടർ പറഞ്ഞാൽ അല്ലേ? ഇതും അത് തന്നെയാണ്. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ എന്ത് സംഭവിക്കും? ക്യാൻസറിനെയും ഹൃദയ സംബന്ധമായ രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി നമ്മുടെ ശരീരത്തിന് കിട്ടാൻ സഹായിക്കുന്നു. മരുന്നാണോ? ആഹാരത്തോടൊപ്പം കഴിക്കും. ആഹാരത്തോടൊപ്പം ഇത് രാവിലെ ഒരു സ്പൂൺ കുടിക്കുന്നത് നല്ലതാണ്. ധാരാളം ആൾക്കാർ കുടിക്കുന്നുണ്ട്. കുടിച്ചാലുള്ള നേട്ടം എന്താ? ഈ 2 ഗുണങ്ങളുണ്ട്. ഇത് 2 ഇല്ലാത്ത കിട്ടും. അതുകൂടെ അതിനകത്ത് 2 തരത്തിൽ 4 അടങ്ങിയിട്ടുണ്ട്. 4 എന്താ ചെയ്യുന്നത്? ദഹന പ്രക്രിയ മെച്ചപ്പെടുത്താം. അപ്പൊ ഇത് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ നേരെ ബ്ലഡിലേക്ക് പോകുന്നു. ബ്ലഡിൽ നിന്ന് ബ്ലഡിൽ കൂടെ എങ്ങോട്ട് പോകും? ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും ചെല്ലില്ലേ? അത് പോകുന്നത് രക്തക്കുഴലുകളിൽ കൂടെയൊക്കെയാണ്. അപ്പൊ പോകുന്ന വഴിക്ക് എന്ത് ചെയ്യും? അത് രക്തക്കുഴലുകളൊക്കെ ശുദ്ധിയാണ്. അതുകൊണ്ട് ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യത,
സ്ട്രോക്ക് വരാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള പല ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. അതുകൊണ്ടാണ് ഇത് അവിടെ വേണമെങ്കിൽ ഒരു 10 ml ദിവസം കുടിക്കാമോ ഇത് പറഞ്ഞാല ആരാ പറഞ്ഞത്? എവിടെ എഴുതി വെച്ചിട്ടുണ്ട്? കമ്പനി തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം. എന്താ എഴുതി വെച്ചിരിക്കുന്നത്?